Hi friends, എല്ലാവർക്കും നമസ്കാരം. UNNIS TECH വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കോൺടാക്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഷിജു ടി.കെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. എന്നിട്ട് അതിനെ പറ്റിയുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കമൻറ്റ് ഇതാണ്: നമ്മുടെ ഈ കോൺടാക്ടറിൻ്റെ കോയിൽ എത്ര ആംബിയർ കറണ്ട് ഉപയോഗിക്കുമെന്ന് പറയാമോ? പിന്നെ ഒരു NC ടെർമിനലുള്ള 2 പോൾ കോൺടാക്ടർ കൂടി ലഭ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സംശയം എന്ന് വെച്ചാൽ ഈ നമ്മുടെ കോൺടാക്ടറിൻ്റെ കോയിൽ, അതായത് നമ്മൾ ഈ ഓക്സിലറി സപ്ലൈ കൊടുക്കുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള കോയിൽ എത്ര ആംബിയർ കറണ്ട് എടുക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു രീതി ആദ്യം കാണിച്ചു തരാം, അതിനുശേഷം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഒരു വസ്തുവിൻ്റെ ആംബിയർ എടുക്കാനായിട്ട്, അതായത് ഉപകരണത്തിൻ്റെ ആംബിയർ എടുക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു മൾട്ടിമീറ്റർ എടുക്കും, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കണക്കാക്കും, എന്നിട്ട് നമ്മൾ ഓംസിലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്താ ജസ്റ്റ് ഒന്ന് നോക്കി, ഞാനിവിടെ റീഡിങ്സ് എടുത്തിട്ടുണ്ട്. ഓംസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിമീറ്റർ. ഇനി നമുക്ക് ഈ 2 ടെർമിനലുകൾ, ഇപ്പോൾ ഞാനിവിടെ കോൺടാക്ടർ 2 ടെർമിനൽ കണക്ട് ചെയ്യുന്നുണ്ട്, A1 A2. ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. 312.3 ഓംസ് ആണ്, അതായത് 312.3 ഓംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓംസിൽ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് I = V/R എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ 230 / 312 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംബിയർ എന്ന് പറയുന്നത് 0.730 ആംബിയർ, അതായത് 730 മില്ലി ആംബിയർ ആണ് നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയും. ഇനി നമുക്കിന്ന് റിയലായിട്ട് എത്ര ആംബിയർ വരും എന്നുള്ള കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെപ്പറ്റി ആ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഈ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സർക്യൂട്ടുകളിലും നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതായത് ഓംസ് ലോ എല്ലാ സ്ഥലത്തും ശരിയാണ് എന്നുള്ളതല്ല. റെസിസ്റ്റീവ് ലോഡിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, ഇൻഡക്റ്റീവ് ലോഡിൻ്റെ കാര്യത്തിൽ അതിൽ വ്യത്യാസം ഉണ്ടാകും. അത് ഒന്ന് തെളിയിക്കൂടെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും പഠിക്കാനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മൾ കോൺടാക്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോയിൽ വർക്ക് ചെയ്യുമ്പോൾ അധികം കറണ്ട് എടുക്കത്തില്ലേ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാനിവിടെ A2 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് റെഡ് വയർ എടുത്തിട്ട് നമ്മൾ ഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് ബ്ലാക്ക് വയർ എടുത്ത് നമ്മൾ ന്യൂട്രലിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 230 വോൾട്ടിൻ്റെ ഒരു കോയിലാണ്. അതേപോലെ തന്നെ മൾട്ടിമീറ്റർ നമ്മൾ ആംബിയർ റേറ്റിങ്ങിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ചാൽ 730 മില്ലി ആംബിയർ, അതായത് 0.73 ആംബിയറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു ആംബിയർ റേറ്റിംഗ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാ സ്വിച്ച് ഓൺ ചെയ്യാൻ പോയാണ്. കോൺടാക്ടർ പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ കോൺടാക്ടർ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന നമുക്ക് ആംബിയർ റേറ്റിംഗ് നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ കാണാം. 0.046 ആംബിയർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ്. അതായത് വെറും 46 മില്ലി ആംബിയർ മാത്രമാണ് ഇതിനകത്ത് കൺസ്യൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 730 മില്ലി ആംബിയറാണ്. അത്രയും ഡിഫറൻസ് കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യമാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഓംസിലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റീവ് ലോഡിൻ്റെ രീതിയിലാണ് ഈ ഒരു ഡിവൈസിനെ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഇതിൻ്റെ അകത്തുള്ള കോയിൽ, അതായത് അതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ആ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനെ നമ്മൾ ഓംസിലോ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതായത് റെസിസ്റ്റീവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള ആംബിയർ റേറ്റിംഗ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അതായത് ഇതിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു റെസിസ്റ്റൻസ് വാല്യൂ അല്ല ആക്ച്വലായിട്ട് ഇത് ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് വാല്യൂ. അതായത് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അത് ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഈ കോൺടാക്ടറിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഇൻഡക്റ്റീവ് ലോഡാണ്, അതായത് കോയിലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലെ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻഡക്റ്റീവ് ലോഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കാൽക്കുലേഷനെയൊക്കെ തെറ്റിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി തരാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റ് ആകുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഒപ്പോസിഷൻ കൂടുതലായിരിക്കും. ഈ ഇതിനകത്തുള്ള കോയിൽ മാഗ്നറ്റിനാകുന്നതോടുകൂടി നമ്മൾ നേരത്തെ അളന്ന റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ടുള്ള 312 ഓംസ് ആയിരിക്കത്തില്ല ഇതിൻ്റെ അകത്ത് വരിക, അതിലും കൂടിയ ഓംസ് റേറ്റിങ്ങിലേക്ക് വരുന്നത് കൊണ്ടാണ്
അപ്പോൾ ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോണ്ടാക്ടർ ഉപയോഗിക്കുന്ന ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് 230 വോൾട്ടിൻ്റെ ഒരു കോണ്ടാക്ടർ ഉപയോഗിക്കുന്ന ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് 46 മില്ലി ആംബിയർ ആണ്. കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വേണം ചെയ്യാനെന്നുള്ളത് കൂടി മനസ്സിലാക്കി തരുവാണ്. അതേപോലെ തന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു സംശയം എന്ന് വെച്ചാൽ, ഈ കോണ്ടാക്ടറിൽ NC അഡീഷണൽ ഉള്ളത് 2 പോളിൻ്റെ അല്ലേ, അതെ 2 പോളിൻ്റെ ലഭ്യമാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ കോണ്ടാക്ടറുകൾക്കും ഈ ഒരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്ങിൽ നമുക്ക് ആക്സിലറി കോണ്ടാക്ട് ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഡിവൈസ് വാങ്ങാനായിട്ട് കിട്ടും. അത് കോണ്ടാക്ടറിൻ്റെ ഒപ്പം ലഭിക്കുന്നതല്ല, ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള ആക്സിലറി കോണ്ടാക്ട് ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകൾ നമുക്ക് NC ആണെങ്കിൽ NC ഇടാം, NO വേണമെങ്കിൽ NO ഇടാം. പിന്നെ നോർമലായിട്ട് തന്നെ ഇതിൻ്റെ ഒപ്പം കോണ്ടാക്ടറിനൊപ്പം NCയും NOയും NCയും വരുന്ന ടൈപ്പ് കോണ്ടാക്ടറുകൾ ലഭ്യമാണ്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മളതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അറിയാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് കയറി നോക്കുക. ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വസ്തുതകളെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലിങ്ക് കയറി നോക്കാൻ താല്പര്യമുള്ളവർ കയറി നോക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.